ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ഭയങ്കര മടുപ്പല്ലേ. അപ്പോൾ ഇവിടെ ഒരു കമ്പനി പച്ചച്ചീര തോരൻ വെക്കാൻ പോവുക. ചീരയ്ക്കൊരു കമ്പനി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. വേവിച്ച വൻപയർ, ചെറുപയർ, അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ്, ചക്കക്കുരു ഇതെല്ലാം വേവിച്ച് റെഡിയാക്കി ചീരയുടെ കൂടെ ചേർത്താൽ ഒരു ഉഗ്രൻ തോരനായിട്ട് കിട്ടും. ചീര പൊടിയായിട്ടരിഞ്ഞ് ഒരു സവാളയും അരിഞ്ഞ് അതിൻ്റെ മസാല തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ റഫ്നെസ് അങ്ങ് മാറി. അതാണല്ലോ കംപ്ലൈൻറ്റ്. റഫ്നെസ് മാറിക്കഴിഞ്ഞ് അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ അത് സോഫ്റ്റായി, അത് കരയാൻ തുടങ്ങി, അതിൻ്റെ കണ്ണുനീര് വന്ന് അത് സോഫ്റ്റായി കഴിഞ്ഞു. അപ്പോൾ ഈ ഭയങ്കര റഫായിട്ടുള്ളവർ മനുഷ്യരിങ്ങനെ തന്നെയാണ്. ചിലരോട് ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവരുടെ സംസാരം, നോട്ടം, പ്രവൃത്തി എല്ലാം ഭയങ്കര റഫാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സോഫ്റ്റായിട്ടുള്ള ഒരെണ്ണത്തെ അതിൻ്റെ കുട്ടിയൊക്കെ കെട്ടിവിട്ടാൽ മതി. അതാണ് ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നത്. ഭർത്താവ് അങ്ങനെയാണ്. വിവാഹം നടത്തുമ്പം ചില റഫായിട്ടുള്ളവർക്ക് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളവരെ കൊടുക്കത്തുള്ളൂ. അപ്പം ഈ സോഫ്റ്റ്നെസ് കൊണ്ട് അവരും ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ ഇവിടെ ഞാൻ ഈ പച്ചച്ചീരയെ സോഫ്റ്റാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ചക്കക്കുരു നല്ലതാണ്, കാരണം അതിനകത്ത് ഒരുപാട് തരം ഇൻഗ്രീഡിയൻസ് ശരീരത്തിന് നല്ലതുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചക്കക്കുരുവിൻ്റെ വെള്ളപ്പാട മാത്രം കളഞ്ഞിട്ട് കുക്കറിനകത്ത് വേവിച്ച് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഒരുപാട് നല്ലതാണ്. ക്യാൻസർ രോഗികൾക്ക് പോലും കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണത്. അപ്പോൾ ഈ ചീരയുടെ കൂടെ ചക്കക്കുരു, പരിപ്പ്, പയറുകൾ എല്ലാം ചേർത്ത് തോരനുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംയുക്ത തോരനുണ്ടാക്കി കഴിക്കാൻ നോക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലും ഒരു പങ്കാളി ഉള്ളതാണ് നല്ലത്. അത് ഒരുപാട് ഉപകാരമായിരിക്കും. നല്ല പച്ച കളറോടുകൂടി നല്ല മയത്തിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന തോരൻ ചെറുപയറിൻ്റെ കൂടെ ചീര അങ്ങ് റെഡിയായി കഴിഞ്ഞു.